പൊതുജനം അങ്ങനെ വന്നതിൽ കോൺഗ്രസിന് അതിൽ കൂടാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്ന് മാത്രം. അങ്ങനൊന്നുമില്ല. അത് സമരം നല്ല ശക്തമായിട്ടുള്ള സമരം തന്നെ. അതിൻ്റെ അകത്ത് CPM-ഉം കോൺഗ്രസും എല്ലാ പാർട്ടിക്കാരും അതിൻ്റെ അടുത്ത് പങ്കെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ മതേതര ഇന്ത്യ രാജ്യത്ത് ഇക്കൊല്ലത്തിലായി എന്ത് പറയാനൊക്കെ മൊത്തത്തിലായതുകൊണ്ട് കോൺഗ്രസിന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ CJPക്ക് കൂടിയും മൊത്തത്തിൽ തന്നെ അത് ഭരിക്കുന്ന പാർട്ടിക്ക് വരെ ഒരു തിരിച്ചടിയാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ചാട്ടം എന്തിനുള്ളതാണെന്നുള്ളത് അറിയില്ല. CPM ആയാലും എല്ലാവരും മുമ്പോട്ട് വന്നിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആവശ്യം. പൊതുവെ സമരം ആവശ്യമല്ല, ന്യായമായിട്ട് എല്ലാം പോവാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമസ്കാരം. നമ്മുടെ രാജ്യ തലസ്ഥാനം വലിയ സമരത്തിന് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ആകെ കോക്രോച്ചുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാനായി സാധിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളാണ് ഇന്നലെ വലിയ അക്രമ സംഭവങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് വരാതിരുന്ന കോൺഗ്രസ് പെട്ടെന്ന് സമരമുഖത്ത് പ്രത്യക്ഷപ്പെടുകയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. CJPയുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യാനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നത്? അങ്ങനെ ചില വാദങ്ങളും ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം, ഈ സമരത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഗുണം രാജ്യത്തിനാണോ അതോ കോൺഗ്രസിനാണോ എന്ന്. ഇപ്പോൾ ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി നടത്തുന്ന സമരത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ അറസ്റ്റിലായി. ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്? അല്ല, എന്താണ് അങ്ങനെ? പൊതുജനം അങ്ങനെ വന്നതിൽ കോൺഗ്രസിന് അതിൽ കൂടാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇതൊരു ശക്തിയാക്കാൻ പറ്റുമെന്നുള്ള ശ്രമം മാത്രമേ അവർ നടത്തിയുള്ളൂ. മറ്റേത് പൊതുമക്കൾ ആവശ്യമാണ്. എക്സാമിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ളതും ഈ പേപ്പറിൽ വിഴുവെഴുതി ചെയ്യുന്നതും ഔട്ടായതൊക്കെ അവരെ കൊള്ളരായ്മാണ്. അതിനെപ്പറ്റി അവർ ചിന്തിച്ചില്ല. പൊതുജനങ്ങൾ അതിന് തയ്യാറായിട്ട് വന്നപ്പോൾ അതിനും കൂടെ അവർ ജോയിൻ ചെയ്തു. കോൺഗ്രസ് അതിന്റെ കൂടെ പിന്താങ്ങി. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നല്ലൊരു അവസരമാണല്ലേ? അതെ, അവർക്ക് കിട്ടിയൊരു ചാൻസാണ്, ഒരു സുവർണാവസരം. കാരണം ഇവിടെ ഇലക്ഷനിലും മറ്റേ കമ്മ്യൂണിറ്റും മറ്റൊക്കെ ആയിട്ട് കോൺഗ്രസിനൂടെ മുന്നേറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് അവർക്കൊരു അവസരം കിട്ടി. ബാലറ്റ് പേപ്പർ ആവാന്നുണ്ടെങ്കിൽ ഈ ഗതിയൊക്കെ മാറും. അതാണ് വിചാരിക്കുന്നത്. മൊത്തത്തിലായതുകൊണ്ട് കോൺഗ്രസിന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ CJPക്ക് കൂടിയും മൊത്തത്തിൽ തന്നെ അത് ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വരെ ഒരു തിരിച്ചടിയാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുള്ള ആരോപണം ഇല്ലല്ല, അത് പലതും പറഞ്ഞോട്ടെ. അത് പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ കുറച്ച് സഖാക്കൾ മാത്രമേ ഉള്ളൂ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെ ഒന്നും പറയുന്നില്ല. അത് നല്ലൊരു ഭരണമായിരുന്നു കോൺഗ്രസിന്റെ കാലത്തുണ്ടായത്. ഇന്നലത്തെ സമരം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു നല്ല ചാൻസ് ആണ് തിരിച്ചു വരാൻ. തീർച്ചയായിട്ടും അവരത് മുതലെടുക്കുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണല്ലോ സമരം ചെയ്യുന്നത്. മുതലെടുപ്പ് എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. അല്ലെ, അധികാരത്തിലേക്ക് എത്താൻ അധികാരം വേണം. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എല്ലാവർക്കും നല്ല നിലക്ക് ജീവിച്ചു പോകാൻ കഴിയായിരുന്നു. ഇന്ന് വർഗീയത കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. CJPയെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനൊന്നുമില്ല. അത് സമരം നല്ല ശക്തമായിട്ടുള്ള സമരം തന്നെ. അതിൻ്റെ അകത്ത് CPM-ഉം കോൺഗ്രസും എല്ലാ പാർട്ടിക്കാരും അതിൻ്റെ അടുത്ത് പങ്കെടുത്തിരിക്കുന്നത്. അത് നല്ല സമരമാണ്. രാഹുൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് CJP ആയിട്ടുള്ളതൊന്നുമല്ല. രാജ്യത്ത് ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ അത് പ്രതിപക്ഷം അതിനെതിരെ ശക്തമായിട്ടുള്ള സമരം എല്ലാവരും യോജിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഗുണമുണ്ടാവും. അതായത് BJPക്കെതിരെ ഒരു എല്ലാവരും ഒന്നിച്ചിട്ട് നിന്നിട്ട് BJPക്കെതിരെ RSSനെതിരെ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് CPM എല്ലാ മുന്നണികളിലും ഒന്നിച്ച് നിന്നിട്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള സമരം പരിപാടികൾ ഇനിയും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ മറ്റ് കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ രാഹുൽ ഗാന്ധി ആയാലും CPM ആയാലും എല്ലാവരും മുമ്പോട്ട് വന്നിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം നാടിന് വേണ്ടത് തന്നെയാണ്. അതാണ് അവരവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയൊന്നുമില്ല, പാർട്ടിന്നൊന്നും പറയാനില്ലല്ലോ. ഒരു അനീതിക്ക് നേരെ നമ്മൾ പൊരുതുന്നു. അങ്ങനെ കണ്ടാൽ മതി. നമ്മളെ രാജ്യത്തിനുള്ള ഒരു നേട്ടമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഇതിനോട് കൂടുന്നത്. അതായത് കോൺഗ്രസിന് മാത്രമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് രാജ്യത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോ മെൻകെടുന്ന നമ്മള് രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അയാൾക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല. കാരണം അവർ പൂർവിക സ്വത്തുകാരാണ്. അപ്പൊ അവർക്ക് അങ്ങനെ അതിലേക്ക് നിന്നുകൊണ്ട് മാത്രം വിജയിക്കണം എന്നുള്ളൊരു തോന്നുന്നില്ല. രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയം കാണുന്നില്ല. നമ്മള് ഓരോരുത്തരോരോ അഭിപ്രായങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഒരു പ്രശ്നമായിട്ട് ഇവനെടുത്തിട്ട്
കുറെ യുവാക്കള് ജോലി ഇല്ലാതെ അങ്ങനെ നിന്നു. അതായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിലെ ഒരു രാഹുൽ ഗാന്ധി മാത്രമല്ലല്ലോ, കാരണം കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കന്മാരും അതിലുണ്ടല്ലോ. ജോൺ ബ്രിട്ടാസ് ഉണ്ട്, റഹീം ഉണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം രാഹുൽ ഗാന്ധിന്റെ മാത്രമല്ല, പൊതുവെ അല്ല ഞാൻ ചോദിക്കുന്നത്, ആ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആരോപണം. കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള ആരോപണമല്ല. കോൺഗ്രസ് അതിലൊന്ന് പെട്ടെന്ന് ചാടിയെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആ ഒരു ചാട്ടം ഇതിനുള്ളതാണെന്നുള്ളത് അറിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വല്ലാത്തൊരു നേട്ടത്തിനാണ് കോൺഗ്രസ്, രാജ്യത്തിന്റെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇതിനാണോ കോൺഗ്രസ് അത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ രാഷ്ട്രീയപരമായിട്ട് എല്ലാ ആളുകളും അതിലുണ്ട്. അതിന്റെ മുന്നിൽ എന്താ അറിയില്ല, രാഹുൽ ഗാന്ധി ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് എന്താണെന്നുള്ളത് സമരം തികച്ചും ന്യായമായ ആവശ്യമാണ്. സമരം തികച്ചും ന്യായമായ ആവശ്യമാണ്. സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. എന്താ ഇപ്പൊ പറയാ, സമരത്തിന്റെ ഇപ്പൊ നമ്മളെന്ത് പറയാനാണ്? കാരണം എന്താ വെച്ചാല് വിദ്യാർത്ഥികളുടെ സമരമാണ് അത് വിദ്യാർത്ഥികൾ ഐക്യകണ്ഠേന ഒരുപാട് ആളുകൾ, കണ്ടമാനം ആളുകൾ ഹോസ്പിറ്റലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അടക്കം അതിൽ അടിയിട്ടിരിക്കുന്നു. ഒരുപാട് MP-മാര് നേതാക്കന്മാരെല്ലാം ഉണ്ട്. എല്ലാവർക്കും നല്ല അടിയിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പത്രത്തിലും മാധ്യമത്തിൽ ഓരോ TV-ലൊക്കെ കാണുന്നതല്ലോ. എന്നാലും സമരം നല്ലൊരു കാര്യത്തിനാണ് വെച്ച് നയിക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു ആരോപണം നമുക്ക് തോന്നുന്നില്ല. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് അവർ നടത്തുന്നതിന്റെ ഇത്. കാരണം മറ്റുള്ള പാർട്ടിന്റെ മാതിരില്ല. കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരാളും കൂടെയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനൊക്കെ തല്ലാൻ നമ്മൾ പോലീസ് മാത്രമല്ല, കാരണം കണ്ടമാനം ആളുകൾ നമ്മൾ കണ്ടില്ലേ, യൂണിഫോം ഇല്ലാതെ വടിയെടുത്തിട്ട് തല്ലുന്ന ഒരു രംഗാണ് കാണുന്നത്. സ്വതന്ത്ര മതേതര ഇന്ത്യ രാജ്യത്ത് ഇക്കൊലത്തിലായി, എന്ത് പറയാനൊക്കെ